വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖലയിൽ ജനകീയ തെരച്ചിൽ നടത്തുകയാണ്. ദുരന്തബാധിതരുടെ ബന്ധുക്കളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഞായറാഴ്ചയാണ് അതിവിപുലമായ ജനകീയ തെരച്ചിൽ നടക്കുക. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കാരണം ഇന്ന് 11 മണിവരെ മാത്രമേ തെരച്ചിൽ ഉണ്ടാകൂ. KR ഗോപികൃഷ്ണനും ഷഹദ് റഹ്മാനും നമുക്കൊപ്പം വീണ്ടും ചേരുന്നു. ഗോപികൃഷ്ണൻ, യഥാർത്ഥ തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞോ? SKN തിരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. ഇനി സത്യത്തിൽ ഏതാണ്ട് 1 മണിക്കൂറിന് താഴെ സമയം മാത്രമേ ഉള്ളൂ തിരച്ചിൽ പൂർത്തിയാകാൻ. പ്രധാനമന്ത്രിയുടെ വരവുമായി ബന്ധപ്പെട്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനുള്ളത് കൊണ്ട് തന്നെ തിരച്ചിൽ ഇന്ന് പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. 8 മണി മുതൽ 11 മണി വരെ 3 മണിക്കൂർ എന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് ആളുകളെ എത്തിച്ച് തിരച്ചിൽ തുടങ്ങുമ്പോഴേക്കും സമയം വൈകിയിരുന്നു. 9 മണി കഴിഞ്ഞ ശേഷമാണ് തിരച്ചിലിനെത്തിയത്. മന്ത്രി മുഹമ്മദ് റിയാസ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ദുരന്ത മുഖത്തെത്തുകയും നാട്ടുകാർ കാണുകയും തിരച്ചിൽ തുടങ്ങാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് സമയം കൂടിയ തിരച്ചിലിന് ബാക്കിയുള്ളൂ. അതിവിപുലമായ ഒരു തിരച്ചിൽ നടക്കുക, അല്ലെങ്കിൽ ഒരു ജനകീയ തെരച്ചിൽ എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുക ഞായറാഴ്ച രാവിലെ മുതൽ വൈകിട്ട് വരെ നടത്താൻ പോകുന്ന തെരച്ചിലായിരിക്കും. ഇക്കാര്യം നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ വിവിധ ക്യാമ്പുകളിൽ നിന്ന്, ഒരു ക്യാമ്പിൽ നിന്ന് 3-4 പേരെ മാത്രമാണ് ഈ തെരച്ചിലിനായി കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്. ഏതാണ്ട് 15 പേർ മാത്രമാണ് നിലവിൽ ഇപ്പോൾ നാട്ടുകാരായി ക്യാമ്പിൽ കഴിയുന്ന ദുരന്തബാധിതരുടെ ബന്ധുക്കളോ ഏറ്റവും അടുത്ത ആളുകളോ ആയി ഈ തെരച്ചിലിൽ പങ്കെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അർത്ഥത്തിൽ സർക്കാർ നേരത്തെ കരുതിയിരുന്നത് പോലെ, കണക്ക് കൂട്ടിയതുപോലെ അത്ര അധികം ഒരു പങ്കാളിത്തം ഇന്നത്തെ തെരച്ചിലിൽ ഇല്ല. അതിനൊരു പ്രധാനപ്പെട്ട കാരണം സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയുള്ള ചില പരിശോധനകൾ ഇവിടെ നടക്കുന്നത് കൊണ്ട് ആളുകൾ കുറച്ചുപേരെ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിന് ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഈ തെരച്ചിലിൽ നിന്ന് ഒഴിവാക്കാനുള്ള ശ്രമവും ഉണ്ടായിട്ടുണ്ട്. കാരണം അവരുടെ ഏറ്റവും അടുത്ത ആളുകളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ, മൃതശരീരങ്ങളോ ശരീരഭാഗങ്ങളോ ഒക്കെ കിട്ടിയാൽ അതൊരു വൈകാരികമായ പ്രശ്നമായി മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളിലൊക്കെ തികഞ്ഞ കരുതലെടുത്തുകൊണ്ടുള്ള തെരച്ചിലാണ് ഇന്ന് നടക്കുന്നത്. നമുക്കറിയാം 132 പേരുടെ പട്ടികയാണ് സർക്കാർ, ജില്ലാ ഭരണകൂടം പുറത്തിറക്കിയത്. ആ കരട് പട്ടികയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ അടക്കം പേരുകൾ ഉണ്ടായിരുന്നു. ആ പട്ടികയിൽപ്പെട്ട ആളുകളെ കുറിച്ചുള്ള തിരച്ചിലാണ് നടക്കുന്നത്. അതും അവരുടെ വീടിരുന്ന സ്ഥലത്ത് അവരുടെ ബന്ധുക്കളെ ആ പ്രദേശത്ത് കൊണ്ടുവരികയും അവർക്ക് സംശയം തോന്നുന്ന പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുക. ഇതാണ് ഈ ജനകീയ തിരച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് സംശയമോ എന്തെങ്കിലും ആക്ഷേപമോ ഉയരാൻ സാധ്യതയുണ്ട്. അത്തരം സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നതുകൂടിയാണ് ഈ ജനകീയ തിരച്ചിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനകീയ തിരച്ചിൽ പ്രഖ്യാപിക്കപ്പെട്ട സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ദുരന്തമുഖത്ത് ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഏതാണ്ട് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ പോകുന്നു എന്നതാണ്. അതിന്റെ ഒരു സൂചനയായി നമുക്ക് ഈ ജനകീയ തിരച്ചിലിനെ കാണാം. ഇന്ന് നേരത്തെ കരുതിയതുപോലെ തന്നെ തിരച്ചിൽ ആ തരത്തിൽ നടത്താൻ കഴിയാത്തത് കൊണ്ടാണ് ഞായറാഴ്ച വിപുലമായ ഒരു തിരച്ചിൽ കൂടി നടത്താനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നത്. ഈ ദുരന്തത്തിൽ മരിച്ച ആളുകളെ സംബന്ധിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ നൽകുന്ന ഒരു പട്ടിക സർക്കാർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നേരത്തെ 24മായി സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് കാണാതായവരെ കുറിച്ചുമുള്ള പട്ടികയും ഇപ്പോൾ അപൂർണമാണ്. അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് അധികം വൈകാതെ തന്നെ ഓരോ ദിവസവും സർക്കാർ ഈ കാര്യങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ സർക്കാർ നൽകുന്ന കണക്കനുസരിച്ച് 225 പേർക്കാണ് ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടതായി സർക്കാർ കണക്കുകളിൽ പറയുന്നത്. 132 പേരെ കാണാനില്ല എന്ന പട്ടികയും പുറത്തിറക്കിയിട്ടുണ്ട്. ഇതിനേക്കാളൊക്കെ ഉയർന്ന സംഖ്യ, അതിന്റെ തീർച്ചപ്പെടുത്തിയ കണക്ക് വരാനിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. SKN ഈ ദുരന്ത മേഖലയിൽ എത്രത്തോളം ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ദുരന്തം എന്നത് പഠിക്കാൻ വേണ്ടി ഒരു 9 അംഗ കേന്ദ്ര സംഘത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിശ്ചയിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി രാജീവ് കുമാർ നേതൃത്വം കൊടുക്കുന്ന സംഘമാണ് ഇവിടെ എത്തി ഈ ദുരിതത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് കണക്കാക്കുക. നാളെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ വളരെ വളരെ ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയുമാണ് കേരളം ഉറ്റുനോക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ ഒരു ദേശീയ ദുരന്തമായി കാണണമെന്നും ഒരു അതിതീവ്ര ദുരന്തമായി ഇത് പരിഗണിക്കണമെന്നുമുള്ള അപേക്ഷയാണ് കേരളത്തിനുള്ളത്. ഈ കാര്യത്തിൽ അനുകൂലമായ ഒരു തീരുമാനവും സമീപനവും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന പ്രതീക്ഷ കേരളത്തിനുണ്ട്. നാളെ പ്രധാനമന്ത്രി ദുരന്ത മേഖലയിൽ എത്തുകയും ദുരിതബാധിതരെ കാണുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വയനാടിനായി ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത കൂടി കേരളം മുന്നിൽ കാണുന്നുണ്ട്. ഏതായാലും ദുരന്തം നാശം വിതച്ച വയനാട്ടിലേക്ക് പ്രധാനമന്ത്രിയുടെ വരവ് ആശ്വാസമേകും എന്ന കണക്കുകൂട്ടലുണ്ട്. അതോടൊപ്പം തന്നെ ദുരിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയുമാണ്. ഏതായാലും ഇനി 1 മണിക്കൂറിൽ താഴെ മാത്രം സമയമാണുള്ളത്. ഇന്നത്തെ തിരച്ചിൽ കാര്യമായ ഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ കഴിയില്ല. ഞായറാഴ്ച നടക്കുന്ന ജനകീയ തിരച്ചിലിലാണ് ഇനിയുള്ള പ്രതീക്ഷ. SKN. ഓക്കെ, താങ്ക് യു ഗോപികൃഷ്ണൻ. ഇനി മുണ്ടക്കയിൽ തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. അവിടെയും വ്യാപകമായ തെരച്ചിലാണ്. ബന്ധുജനങ്ങളെയും കൂടി അതുപോലെ മറ്റുള്ളവരെ ഉൾപ്പെടുത്തി ജനകീയ തെരച്ചിലാണ് അവിടെ നടക്കുന്നത്. ഷഹദ് റഹ്മാൻ മുണ്ടക്കയിൽ നിന്ന് നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഷഹദ്, പറയൂ, അവിടെ എന്താണ് നടക്കുന്ന കാര്യങ്ങൾ?
എസ് ഞാൻ നിൽക്കുന്നത് മുണ്ടക്കയിലാണ്. ഈ ദുരന്തം നടന്നതിൻ്റെ ഏറ്റവും മുകൾ ഭാഗമാണ് ഈ മുണ്ടക്കൈ ഭാഗം എന്ന് പറയുന്നത്. ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതായത് രാവിലെ 8 മണിക്ക് ഈ തെരച്ചിൽ ആരംഭിക്കുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നതെങ്കിൽ, എന്നാൽ അത് കുറെ വൈകി. ഏകദേശം 9 മണിയോടുകൂടി അടുത്തിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ കാണാം NDRFന്റെ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്. അവരുടെ കുഴിച്ചു നോക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ നാട്ടുകാരെ കൂടി ഉൾപ്പെടുത്തി ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തുന്നത് കൊണ്ട് തന്നെ വീടുകൾ നിൽക്കുന്ന മേഖല ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ഈ ജനവാസ മേഖല ഏതൊക്കെയാണ് എന്ന് കൃത്യമായിട്ട് ഈ നാട്ടുകാർക്ക് പറയാൻ സാധിക്കും. പക്ഷേ അല്പം മുമ്പ് ഗോപി സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് ആദ്യഘട്ടത്തിൽ നമ്മൾ കുറെ അധികം ആളുകളുടെ പങ്കാളിത്തം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രിയുടെ വരവ് പ്രമാണിച്ച ആളുകളുടെ പങ്കാളിത്തം കുറച്ചു. ഒരു മാസ് സെർച്ചിങ് അല്ലെങ്കിൽ ഒരു ജനകീയ പങ്കാളിത്തത്തോട് കൂടിയിട്ടുള്ള വലിയ രീതിയിലുള്ള തെരച്ചിൽ അത് ഞായറാഴ്ചയാണ് ഉണ്ടാവുക എന്ന് അല്പസമയം മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ 15 പേരെ, അതായത് ക്യാമ്പിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള 15 പേരെയും അതുപോലെ തന്നെ ഈ നാട്ടുകാരായിട്ടുള്ള ഏകദേശം 5ഓളം ആളുകളുമാണ് ഇപ്പോൾ ഈ തെരച്ചിലിൽ പ്രധാനമായിട്ടും പങ്കെടുക്കുന്നത്. വിവിധ സോണുകളായി തിരിഞ്ഞാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. അപ്പോൾ ഈ സോണുകളിലൊക്കെ തന്നെ ഈ നാട്ടുകാരെ 2 പേരെ വീതം നൽകുകയും അത്തരത്തിലുള്ള ആളുകളുടെ സാന്നിധ്യത്തിലാണ് ഇപ്പോൾ ഈ തെരച്ചിൽ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്ന് വിചാരിക്കുന്നു. അവിടെ ഒരു SYSന്റെ പ്രവർത്തകരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ NDRFന്റെ പ്രവർത്തകരുമുണ്ട്. അവർക്കൊപ്പം നാട്ടുകാരും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ഇത്തരത്തിൽ കുറച്ചധികം സമയമായിട്ട് തെരച്ചിൽ നടത്തുകയാണ്. കാരണം ഒരു വാഹനമൊക്കെ അതിന് സമീപത്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ, DYFIയുടെ, സോൾഡാരിറ്റിയുടെ, അതുപോലെ തന്നെ മറ്റ് വിവിധ സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ ഇന്ന് വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് 11 മണിയാണ് അനുവദിച്ചിരിക്കുന്ന സമയം. ആ 11 മണി വരെ മാത്രമേ ഇന്ന് ഈ തെരച്ചിൽ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം ഇവിടെ നിന്ന് മുഴുവൻ ആളുകളും ഒഴിഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം ഇവിടെ പ്രധാനമന്ത്രിയുടെ ഈ വരവുമായി ബന്ധപ്പെട്ട സുരക്ഷ ഒരുക്കേണ്ടതുണ്ട്. ഈ മേഖല പൂർണ്ണമായിട്ടും ഇനി അവരുടെ കൈവശമായിരിക്കും. കേന്ദ്ര സംഘം ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മന്ത്രി മുഹമ്മദ് റിയാസൊക്കെ രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ തന്നെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. അവിടെ കുറെ കൂടി ആഴത്തിൽ കുഴിച്ച് പരിശോധന നടത്തുകയാണ്. NDRFന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും നേതൃത്വത്തിൽ. പ്രത്യേകിച്ച് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമൊക്കെ തന്നെ ഈ തെരച്ചിലിൽ പങ്കാളികളാകുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ലഭ്യമായിട്ടുള്ള, അതായത് സർക്കാർ ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടുണ്ടായിരുന്നത് 190 പേർ ഈ വിവിധ ക്യാമ്പുകളിൽ നിന്നായിട്ട് ഈ തെരച്ചിലിന്റെ ഭാഗമാകും എന്നുള്ളതായിരുന്നു. അത് ഈ മേഖലയിൽ വീടുകളുള്ള ആളുകളായിരുന്നു ആ 190 പേര് എന്നുള്ളത്. എന്നാൽ പിന്നീട് ഈ പരിപാടികളിൽ മാറ്റം വരുത്തുന്നു. പ്രത്യേകിച്ച് ഈ സന്ദർശനം, പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച ഈ തെരച്ചിലുകളിൽ മാറ്റം വരുത്തുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്ന് വിചാരിക്കുന്നു. കുറെ അധികം ഇത്തരത്തിൽ വളണ്ടിയേഴ്സും അതുപോലെ തന്നെ തെരച്ചിലിന് നേതൃത്വം നൽകുന്ന ആളുകൾ ഇപ്പോൾ ഇവിടേക്ക് വരികയാണ്. ഈ മല കയറി, കാരണം കുറെ അധികം ദൂരമുണ്ട്. 2-3 കിലോമീറ്ററോളം ഇങ്ങോട്ടേക്ക് കാൽനടയായിട്ട് നടന്നു വരണം. എങ്കിൽ മാത്രമേ ഈ മുണ്ടക്കൈ മേഖലകളിൽ എത്തൂ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ മറ്റ് മേഖലയൊക്കെ ഈ പ്രദേശത്തുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. ഒന്ന് ചൂരൽമലയാണ്, മറ്റൊന്ന് അട്ടമലയാണ്, പിന്നെ മുണ്ടക്കൈ, അതുപോലെ തന്നെ പുഞ്ചിരിമട്ടം, വെള്ളാർമല വില്ലേജ് റോഡ്, അതുപോലെ തന്നെ GVHSS വെള്ളാർമല എന്നിങ്ങനെ ഈ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രധാനമായിട്ടും തെരച്ചിൽ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഈ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഈ തെരച്ചിൽ നടത്തുമ്പോൾ കുറെ കൂടി ആഴത്തിലും അതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ മേഖല കൂടി കൃത്യമായിട്ട് തെരച്ചിൽ നടത്തുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. മാത്രവുമല്ല ഇന്നിപ്പോൾ ഈ തെരച്ചിൽ നടത്തുന്നതിന് പിന്നിൽ, അല്ലെങ്കിൽ ഈ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഈ തെരച്ചിൽ നടത്തുന്നതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന ഈ ദുരന്തം നേരിട്ട ആളുകളെ ഈ സംഭവ സ്ഥലം കാണിക്കുകയും അവരെ ഇത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. കാരണം നേരത്തെ തന്നെ നമുക്കറിയാം, സാങ്കേതിക വിദ്യയുടെ പരമാവധി സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തി ഇവിടെ മനുഷ്യ സഹജമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള തെരച്ചിലുകളും നടത്തി. അപ്പോൾ ഇവിടെ ജീവന്റെ കണിക ഒന്നും തന്നെ ബാക്കിയില്ല എന്നുള്ളത് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ നാട്ടുകാരെ ഇവിടെ എത്തിച്ച് അവരുടെ കൂടി നേതൃത്വത്തിൽ ഈ തെരച്ചിൽ നടത്തി ഒരുപക്ഷെ പൂർണ്ണമായിട്ടുള്ള തെരച്ചിൽ അടുത്ത ദിവസത്തേക്ക് അവസാനിപ്പിക്കാനുള്ള നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ട്. ഓക്കെ, മുഷാഹിദുർ റഹ്മാനാണ് വിവരങ്ങൾ നൽകി.